നമ്മൾ മഹാബലിപുരം യാത്രയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ടെമ്പിൾ ആയിരുന്നു കണ്ടത്. ഇന്ന് നമ്മൾ മഹാബലിപുരത്ത് കാണുന്നത് പഞ്ചരഥങ്ങളാണ്. ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് തോന്നുക ഇത് 5 ക്ഷേത്രങ്ങളാണെന്നായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവ ക്ഷേത്രങ്ങളല്ല. ഒരൊറ്റ വലിയ പാറയ്ക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് കൊത്തിയെടുത്ത് നിർമ്മിച്ച 5 വ്യത്യസ്ത മാതൃകാ സ്മാരകങ്ങളാണ് ഇവ. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് പല്ലവ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ഈ ഒരു അത്ഭുതം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇന്നത്തെ മഹാബലിപുരം ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖ നഗരങ്ങളിലൊന്നായിരുന്നു. പഴയകാലത്ത് ഇതിൻ്റെ പേര് മാമല്ലപുരം എന്നായിരുന്നു. മാമല എന്നാൽ മഹാനായ ഗുസ്തിക്കാരൻ എന്നാണ് അർത്ഥം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമന് ലഭിച്ചിരുന്ന ബഹുമതി പേരാണ് മാമല. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ നഗരത്തിന് മാമല്ലപുരം എന്ന പേര് ലഭിച്ചത്. 7-ാം നൂറ്റാണ്ടിൽ ചൈനയും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ശ്രീലങ്കയും അറേബ്യൻ രാജ്യങ്ങളും എല്ലാം ആയിട്ട് തുറമുഖത്തിൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് മാമല്ലപുരം. പ്രത്യേകിച്ച് ഗ്രാനൈറ്റ് ശില്പങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും മഹാബലിപുരം ലോകപ്രശസ്തമായിട്ട് മാറി. ഇന്നും നമുക്കിവിടെ ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ശില്പങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളിലേക്കുള്ള വിഗ്രഹങ്ങളെല്ലാം നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ നമുക്കിവിടെ. പ്രത്യേകിച്ച് ഇവിടുത്തെ കല്ലിൻ്റെ പ്രത്യേകതയായിരിക്കും ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മൾ പോണ വഴിയിലെല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങൾ മുതൽ വലിയ ഫാക്ടറി പോലുള്ള സ്ഥലങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ കഴിയും. പഞ്ചരഥങ്ങൾ ആരാണ് പണി കഴിപ്പിച്ചത്? പഞ്ചരഥങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത് പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മഹാബലിപുരം കലയും വാസ്തുവിദ്യയും അതിന്റെ ഉച്ചകോടിയിലെത്തി എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ശില്പികൾ ആദ്യം പാറയുടെ മുകളിൽ കയറി പിന്നീട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഓരോ ഭാഗവും കൊത്തിയെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് മോണോലിത്തിക് ആർക്കിടെക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനർത്ഥം ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണെന്നാണ് പറയുന്നത്. ഇന്ന് പോലും ഇത് ഒരു എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചരഥങ്ങൾ എന്ന പേര് ഇതിന് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവയ്ക്ക് മഹാഭാരതത്തിലെ 5 പാണ്ഡവരുടെയും ദ്രൗപദിയുടെയും പേരുകളാണ് നൽകിയിരിക്കുന്നത്. ധർമ്മരാജരഥം, ഭീമരഥം, അർജുനരഥം, നകുല സഹദേവരഥം, ദ്രൗപദി രഥം എന്നീ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. പാണ്ഡവർ ഇവിടെ ജീവിച്ചിരുന്നുവെന്നോ ഇവരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്നോ ചരിത്രപരമായ തെളിവുകളില്ല. നമുക്ക് ഓരോ രഥത്തിൻ്റെയും പ്രത്യേകത നോക്കാം. ധർമ്മരാജരഥം ഇവയിൽ ഏറ്റവും വലുതാണ് കേട്ടോ. 3 നിലകളുള്ള രൂപകൽപ്പനയാണ് ഇതിൻ്റെത്. ദ്രാവിഡ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മികച്ച മാതൃകയാണ് ഇത്. ശിവനെ ആരാധിക്കാൻ ഉദ്ദേശിച്ചുള്ള മാതൃകയായിരിക്കാമെന്നാണ് കരുതുന്നത്. അതുപോലെ ഭീമരഥം നീളം കൂടിയ നിർമ്മാണം. മേൽക്കൂര ഒരു വള്ളം മറച്ചു വെച്ചതുപോലെ തോന്നും. അകത്ത് പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. ഇത് പൂർത്തിയാകാതെ നിൽക്കുന്നു. അർജുനരഥം വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഏറ്റവും മനോഹരമായ കൊത്തുപണികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ദ്രൗപദി രഥം ഏറ്റവും ചെറിയ രഥമാണ്. ദുർഗാദേവിക്ക് സമർപ്പിച്ച മാതൃകയാണെന്ന് കരുതപ്പെടുന്നു. അകത്തെ ശില്പങ്ങളെല്ലാം വളരെ മനോഹരമാണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് നമുക്കൊരു ആനയുടെ ശില്പം കാണാം. ഈ ശില്പം കണ്ടാൽ യഥാർത്ഥ ആനയാണെന്നാണ് നമുക്ക് തോന്നുക കേട്ടോ. പഞ്ചരഥങ്ങൾക്ക് ചുറ്റും നമുക്ക് നിരവധി മൃഗങ്ങളുടെ ശില്പങ്ങൾ കാണാം. ആന, സിംഹം, നന്ദി ഇവ വെറും അലങ്കാരമല്ല കേട്ടോ. ഓരോന്നും ഓരോ ദൈവത്തിന്റെ വാഹനത്തെയും പ്രതീകത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പഞ്ചരഥങ്ങൾ എന്തുകൊണ്ടാണ് പൂർത്തിയാകാതെ നിൽക്കുന്നത് എന്നാണ് ഇത് ചരിത്രത്തിലെ തന്നെ വലിയൊരു ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. നരസിംഹവർമ്മന്റെ മരണശേഷം നിർമ്മാണം നിലച്ചതാകാമെന്നാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം ഇവ ക്ഷേത്രങ്ങളല്ല, പിന്നീട് നിർമ്മിക്കാനിരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് മാതൃകകളായി നിർമ്മിച്ചതാണെന്നാണ്. 1984 മഹാബലിപുരത്തിലെ എല്ലാ പ്രധാന സ്മാരകങ്ങളോടൊപ്പം പഞ്ചരഥങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഇന്ത്യൻ ശില്പകലയുടെ അഭിമാനമാണ് ഈ ഒരു സ്മാരകം. ഇന്ന് നമ്മൾ കണ്ടത് വെറും 5 കൽരഥങ്ങൾ മാത്രമല്ല കേട്ടോ. 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ അതുല്യമായ കലാപാരമ്പര്യം കൂടിയാണ് നമ്മൾ കണ്ടത്. യന്ത്രസഹായമില്ലാതെ ഇത്തരത്തിലുള്ള നിർമ്മാണം എങ്ങനെ സാധിച്ചു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. മഹാബലിപുരം സന്ദർശിക്കുമ്പോൾ ഷോർട്ട് ടെമ്പിളിനൊപ്പം പഞ്ചരഥങ്ങളും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്.